ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഓർഡറിനനുസരിച്ച് ഈ കണ്ടെയ്ൻമെൻറ്റ് ഷിപ്പുകൾ അവരുടെ റൂട്ടുകൾ മാറ്റേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? നടുക്കടലിൽ വെച്ച് ഈ കണ്ടെയ്നർ ഷിപ്പുകൾ റൂട്ടുകൾ മാറ്റേണ്ടി വരികയോ വന്നോടത്തേക്ക് തിരിച്ചു പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ നിലക്കുള്ള കയോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയ ആളെന്നുള്ളതാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് 150 ദിവസം കഴിഞ്ഞാൽ ഈ 10% ടാരിഫ് എന്ത് ചെയ്യുമെന്നൊരു വിഷയമുണ്ട്. കോൺഗ്രസ്സിലേക്ക് പോകുക എന്നുള്ളൊരു വിഷയമുണ്ട്. ഇനി അതും പൂർണ്ണമായി എടുത്തു കളയുകയോ അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ പാറ്റേണിൽ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ പവർ ബാലൻസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നറിയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പൊതുവേ വരുന്ന പ്രൊഡിക്ഷൻസ്, അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വിഷയങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മിഡ് ടേം ഇലക്ഷനിൽ വലിയ തിരിച്ചടി ട്രംപിന് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ തോതിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയാണ് അവിടുത്തേത്. പക്ഷേ ആ ചെക്ക് ആൻഡ് ബാലൻസ് മറികടക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിനെ വലിയ തോതിൽ ആശ്രയിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ എന്താ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ അമേരിക്ക ആണെങ്കിലും അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകമാണെങ്കിലും ഒരു വേൾഡ് ഓർഡർ ഓൺ നോംസ്, ഒരു നോം വെച്ചിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു നോം ഉണ്ടാവും. ഈ മനുഷ്യൻ വരുന്നതോടുകൂടി സംഭവിക്കുക എന്താണ്? ഈ കുഴമറച്ചിലാണ്, വലിയ തോതിലുള്ള കയോസ് സംഭവിക്കുകയാണ്. അത് അന്താരാഷ്ട്ര രംഗത്ത് മാത്രമല്ല, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ മാത്രമല്ല സംഭവിക്കുന്നു, ഇൻ്റർനാഷണൽ ട്രേഡിൽ സംഭവിക്കുന്നു. നോക്കൂ, ഇങ്ങനൊരു ലളിതമായൊരു കാര്യം പറയാം. ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഓർഡറിനനുസരിച്ച് ഈ കണ്ടെയ്ൻമെൻറ്റ് ഷിപ്പുകൾ അവരുടെ റൂട്ടുകൾ മാറ്റേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? നടുക്കടലിൽ വെച്ച് ഈ കണ്ടെയ്നർ ഷിപ്പുകൾ റൂട്ടുകൾ മാറ്റേണ്ടി വരികയോ വന്നോടത്തേക്ക് തിരിച്ചു പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ നിലക്കുള്ള കയോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാക്കുന്നു, ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ ഉണ്ടാക്കുന്നു, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, അമേരിക്കൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്തും വലിയ കയോസ് ഉണ്ടാക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഇതിങ്ങനെ ഈ കുഴമറച്ചിലിൻ്റെ ഒരു വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു വേൾഡ് കയോസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു രൂപീകരണ ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ ഉള്ളത്. ഈ നിലക്കുള്ള കുഴമറച്ചിലുകൾ ഇനിയും നമ്മൾ ധാരാളം കാണേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.